എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഒരു പിതാവിനോടോ മാതാവിനോടോ നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവരുടെ ഉത്തരം? അധികം ബുദ്ധിമുട്ടില്ലാതെ മാതാപിതാക്കളായ നമ്മളെല്ലാവരും മറുപടി കൊടുക്കുന്നത് നമ്മുടെ മക്കൾ എന്നല്ലേ? നമ്മുടെ മക്കളെക്കാൾ കൂടുതലായി മറ്റെന്തെങ്കിലും നമുക്ക് പ്രഷ്യസ് ആയിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ ഉത്തരം പറയണം. എന്തുകൊണ്ട് മക്കൾ നമ്മൾക്ക് ഇത്രയും പ്രിയപ്പെട്ടവരാകുന്നു? കാരണം അത് നമ്മുടെ സ്വന്തം ചോരയിൽ നിന്ന് ഉതിർന്നു വീണ മുത്തുകളായതുകൊണ്ട്. അവരുടെ ജനനം മുതൽ അവരുടെ വളർച്ചയുടെ എല്ലാ പടവുകളിലും മാതാവിൻ്റെയും പിതാവിൻ്റെയും കയ്യൊപ്പ് പതിയുന്നുണ്ട്. ആ കുഞ്ഞുങ്ങളുടെ ഭാവി, അവരുടെ ജീവിതത്തിൻ്റെ ഭദ്രത, ഇതെല്ലാം മാതാവിനെയും പിതാവിനെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അവരുടെ ജീവിതത്തിൻ്റെ അധ്വാനത്തിൻ്റെ തുടക്കം മുതൽ റിട്ടയർ ചെയ്യുന്ന സമയം വരെ അവർ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തിനു വേണ്ടി? മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുവാൻ, മക്കൾക്ക് വേണ്ടി കരുതുവാൻ. രോഗം വന്നാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഒന്നും അറിയിക്കാതെ മക്കൾക്ക് വേണ്ടി ഇത്രത്തോളം അത്യധ്വാനം ചെയ്ത് ജീവിതം മുഴുവനും അവർക്കായി നീക്കിവെക്കുന്ന പിതാവും മാതാവും തങ്ങളുടെ സ്വപ്നങ്ങളും തങ്ങളുടെ ആഗ്രഹങ്ങളുമൊക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൈയൊഴിഞ്ഞ് അവർ നല്ല നിലയിൽ എത്തിച്ചേരണം, അവർക്ക് നല്ല ഭാവി ഉണ്ടാകണം എന്നുള്ള പ്രതീക്ഷയിൽ തങ്ങളുടെ ജീവിതം നയിക്കുന്നവർ. കുഞ്ഞുങ്ങളെ ഒരു നോക്ക് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹൃദയത്തിലെ സന്തോഷം, അവർക്ക് രോഗം പ്രയാസങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന വിങ്ങുന്ന വേദന, ഇതെല്ലാം മാതാവിൻ്റെയും പിതാവിൻ്റെയും ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത്രത്തോളം സ്നേഹം മാതാവും പിതാവും കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഇത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് എന്ന് എനിക്കറിയാം. വളരെ അപൂർവമായിരിക്കാം. മിക്കവാറുമുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ ആഴം ഗ്രഹിക്കുവാനായിട്ട് അങ്ങോട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ അവർ പഠിച്ച് ജോലി കിട്ടി കുടുംബസ്ഥരാകുമ്പോൾ ചിലപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു എന്ന് വരാം. എന്നാൽ അതിനു മുൻപ് മക്കൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പിതാവിനെയും മാതാവിനെയും വേദനിപ്പിക്കാതെ അനുസരണമുള്ളവരായി, അവർക്ക് പ്രതീക്ഷ നൽകുന്നവരായി, അവർക്ക് കൈത്താങ്ങലായി നിങ്ങൾ മാറണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അത് നിങ്ങൾ ചെയ്താൽ നിശ്ചയമായും ദൈവത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, വാഗ്ദത്വമാണ്. അങ്ങനെയായി തീരുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ. God bless you all.